നമസ്കാരം. 10-ാമിടത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഫെബ്രുവരി മാസം 22-ാം തീയതി മുതൽ ഫെബ്രുവരി 28 വരെയുള്ള ഒരാഴ്ച 27 നക്ഷത്രങ്ങളും അടങ്ങുന്ന 12 കൂറുകാർക്കും എങ്ങനെയാണ് എന്ന് നോക്കാം. 23-ാം തീയതി ചൊവ്വ മകരം രാശിയിൽ നിന്നും കുംഭം രാശിയിലേക്ക് പ്രവേശിക്കുന്നു. മേടക്കൂറ് അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. നാനാവിധത്തിൽ നിന്നും വരുമാനമാണ് ഈ ആഴ്ചയിൽ പ്രധാനമായും മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഉണ്ടാകും പോകുന്നത് എന്ന് കാണുന്നു. പ്രധാനമായും 5 ഗ്രഹങ്ങളുടെ സാന്നിധ്യം ഇവർക്ക് 11-ാം ഭാവത്തിലുണ്ട്. ഏത് ഗ്രഹവും 11-ൽ ഗുണത്തെ ചെയ്യും, പ്രത്യേകിച്ച് വരുമാനത്തിൻ്റെ കാര്യത്തിൽ എന്ന തത്വമനുസരിച്ച് സൂര്യനും രാഹുവും ബുധനും ചൊവ്വയും ശുക്രനും ഒരുമിച്ച് 11-ൽ നിൽക്കുകയാണ്. ബുധൻ 23-ാം ചൊവ്വ 23-ാം തീയതി 11-ലേക്ക് പ്രവേശിക്കുന്നതേ ഉള്ളൂ. എങ്കിൽ പോലും പൊതുവെ ഗുണകരമാണ്. ആഴ്ചയുടെ തുടക്ക ദിവസത്തിൽ തന്നെ അത് വരുന്നുണ്ടല്ലോ. അതുകൊണ്ട് സ്വാഭാവികമായും ചെയ്യുന്ന പ്രവൃത്തികളിൽ നിന്ന് ധനലാഭം, ചിന്തകളിൽ നിന്ന്, അതുപോലെ തന്നെ ഗവേഷണങ്ങളിൽ നിന്ന്, അതുപോലെ കലാപ്രവർത്തനങ്ങളിൽ നിന്ന്, രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വിവിധ ഉദ്ദേശ പരിപാടികളിൽ ഒക്കെ പങ്കെടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിൽ ഇവർക്ക് വളരെ ലാഭമുണ്ടാകുന്നു. വരുമാനം പണത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ചിന്തിക്കേണ്ടത്, സർവാഭീഷ്ടം എന്ന ഭാവമാണ് 11-നുള്ളത്. എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെയും നടക്കാൻ സാധ്യത കാണുന്നുണ്ട് 11-ാം ഭാവത്തിൽ ഇത്രയും ഗ്രഹങ്ങൾ സഞ്ചരിക്കുമ്പോൾ. മേടക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ആഗ്രഹിച്ച കാര്യങ്ങൾ നേടുക, ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാവുക, വിവാഹ സംബന്ധമായോ അല്ലെങ്കിൽ അവരുടെ ആഗ്രഹ സഫലീകരണം ആരുമായിട്ടെങ്കിലും ഉണ്ടെങ്കിൽ, കൊതിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ നടക്കുക. അങ്ങനെ പൊതുവെ ഗുണകരമായ ഒരു അവസ്ഥയാണ് കാണുന്നത്. ഈ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ ആണ് ഏറ്റവും കൂടുതൽ ഇവർക്ക് ഗുണം കാണുന്നത്. പിന്നെ ആഴ്ചയുടെ അവസാന, അതായത് ആദ്യത്തെ പകുതിക്ക് ശേഷമുള്ള ദിവസങ്ങളിലും ഗുണം കാണുന്നു. മാതാവിൻ്റെ കൂടെ സഞ്ചരിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. മാതാവിന് അലർജി സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകാനോ അല്ലെങ്കിൽ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ എന്തെങ്കിലും ദോഷമുണ്ടാകാനോ സാധ്യതയുണ്ട്. മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് പിതാവിൻ്റെ സ്വത്തിൽ നിന്നും വരുമാനം കിട്ടാം. അതല്ലെങ്കിൽ ഏറ്റവും നല്ല കാരണവസ്ഥാനത്തുള്ള വ്യക്തികളുടെ സഹായം സാമ്പത്തികമായോ മറ്റു വിധത്തിലോ ഉണ്ടാവാം. തറവാട് ഭാഗം വയ്ക്കുകയോ അതിൽ നിന്ന് ഇവർക്ക് വസ്തുവോ അല്ലെങ്കിൽ പണമോ കിട്ടാം. അതുപോലെ തന്നെ ഗുരുക്കന്മാർ, അധ്യാപകർ, മേലധികാരികൾ, ഇവരിൽ നിന്നൊക്കെ ഈ നക്ഷത്രക്കാരിൽപ്പെട്ടവർ ആരെയാണോ ആശ്രയിക്കുന്നത് അവരിൽ നിന്ന് സാമ്പത്തികമായ നേട്ടമോ അല്ലെങ്കിൽ തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ വഴികാട്ടിയായി പ്രവർത്തനങ്ങളിൽ കൂടുതൽ മികവ് പുലർത്താൻ തക്കവണ്ണമുള്ള ഉപദേശമോ ലഭിക്കുന്നു. അങ്ങനെയുള്ള വ്യക്തികൾ ഈ മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരെ ഈ ഒരാഴ്ച വളരെ നല്ല അഭിപ്രായം പറയുന്നതും അവരെക്കുറിച്ച് പ്രശംസയും അല്ലെങ്കിൽ മറ്റനുമോദനങ്ങളും ലഭിക്കുന്നതുമായിരിക്കുമെന്നും കാണുന്നുണ്ട്. പൊതുവെ ഗുണകരമാണ്. യാത്ര കൊണ്ട് ഗുണം ഒക്കെ കാണുന്നു. എന്നാൽ ആഴ്ചയുടെ മാത്രം കണക്കെടുക്കുമ്പോൾ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ നല്ലതാണ്. പിന്നെ ആഴ്ചയുടെ ആദ്യ പകുതി തുടങ്ങുന്ന ദിവസങ്ങളും നല്ലതാണ്. മാതാവിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ പറഞ്ഞു. അതുപോലെ ഇവർക്കും ശ്രദ്ധിക്കേണ്ട പ്രധാന സംഭവങ്ങളെന്ന് പറയുന്നത് കണ്ണ്, മുഖം ഈ ഭാഗത്ത്, പ്രത്യേകിച്ചും പുരികം, അതുപോലെ കണ്ണിൻ്റെ പീലി ഈ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ ബാക്ടീരിയൽ ഇൻഫെക്ഷനോ മറ്റോ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. പല്ല്, മോണ ഈ ഭാഗങ്ങളും വളരെ ശ്രദ്ധിക്കണം. ചെവി മുതലായ സ്ഥലങ്ങളിലുമൊക്കെ എന്തെങ്കിലും അണുബാധ ഉണ്ടാകാനുള്ള സാധ്യത മേടക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ച കാണുന്നു. മാതാവിനാണെങ്കിൽ രോഗസംബന്ധമായ അവസ്ഥകൾ, പ്രത്യേകിച്ചും ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ കാണുന്നു. നേരിയ തോതിൽ സന്താനങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ അസുഖം വരാം. പൊതുവെ പ്രവർത്തനങ്ങളിൽ വിജയവും സാമ്പത്തിക നേട്ടവും ആഗ്രഹ സഫലീകരണവും ഇവർക്കുണ്ട്. അതുകൊണ്ട് ഈ ആഴ്ച ഗുണകരമെന്ന് തന്നെ മേടക്കൂറിനെ സംബന്ധിച്ചിടത്തോളം വിശേഷിപ്പിക്കാം. നല്ല ദിവസങ്ങൾ ഈ ആഴ്ചയിൽ 22, 23, പിന്നെ 26, 27 ദിവസങ്ങളാണ് മേടക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഭേദപ്പെട്ട ദിവസങ്ങൾ താരതമ്യേന. അടുത്തത് ഇടവക്കൂറാണ്. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ 2ാമത്തെ മുക്കാൽ, രോഹിണി മകയിരത്തിൻ്റെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ കർമ്മരംഗം വളരെ സജീവമാകുന്നു എന്നാണ് കാണുന്നത്. പ്രത്യേകിച്ചും ഏതെങ്കിലും വിധത്തിൽ ആലസ്യമോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ചിന്തകൾ കൊണ്ടോ ഈ പ്രവർത്തിക്കുന്ന ഇടത്തിൽ അവർക്കുണ്ടാകുന്ന നെഗറ്റീവ് എനർജി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുമായി ഇടപഴകുമ്പോഴോ മേലധികാരികളോടോ സഹപ്രവർത്തകരോടോ ഒക്കെ ഇടപഴകുമ്പോൾ ഉണ്ടാകുന്ന വിഷമങ്ങൾ മനസ്സിനെ ബാധിക്കുകയും അത് തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ വൈഷമ്യങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ആ അവസ്ഥയ്ക്ക് മാറ്റം വരുന്നു. കർമ്മരംഗം വളരെ സജീവമാകുന്നു എന്നാണ് കാണുന്നത്. തീർച്ചയായിട്ടും ഏതു വിധത്തിലുള്ള മികവും ഏതു വിധത്തിലുള്ള കഴിവും മികവോടുകൂടി ഇവർക്കിപ്പോൾ തങ്ങളുടെ കർമ്മ മേഖലയിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്ന് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുവേ
ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ച പ്രവർത്തനക്ഷമതയുടെയും കാര്യപ്രാപ്തിയുടെയും അതിനനുസരിച്ച് സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതിൻ്റെയും ആഴ്ച തന്നെയാണ് എന്ന് വിശേഷിപ്പിക്കാം. കാൽപാദങ്ങളിൽ അസുഖം വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വാഹനം വളരെ സൂക്ഷിച്ചോടിക്കണം. മാത്രമല്ല കയറ്റങ്ങൾ കയറുമ്പോഴും ഉയരമുള്ള മുകൾ നിലകളിലേക്ക് ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്ക്, ജോലി ചെയ്യുന്നവർക്ക് അത്തരം മേഖലകളിൽ, സാഹസികത നിറഞ്ഞ മേഖലകളിൽ അപകട സാധ്യതകൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. വീഴ്ചയോ എല്ലിനോ പേശികൾക്കോ ഒക്കെ ക്ഷതമോ സംഭവിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ശരീരത്തിൽ നിന്ന് രക്തം വാർന്നു പോകാനുള്ള സാധ്യതയാണ് അടിസ്ഥാനപരമായി കാണുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഉള്ള ആത്മവിശ്വാസത്തിൻ്റെ ഫലമായി ചിലപ്പോൾ ചില വാക്കുകൾ കൂടെ പ്രവർത്തിക്കുന്നവർക്ക് പരുഷമായോ ഏതെങ്കിലും തരത്തിൽ അവരെ വിഷമിപ്പിക്കുന്നതായോ തോന്നാം. അതുകൊണ്ട് വാക്ക് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കണമെന്ന് കാണുന്നു. പൊതുവെ കർമ്മരംഗത്ത് ഇവർക്ക് നല്ല ഈശ്വരാധീനമുണ്ട്. ഇടവക്കൂറിൽപ്പെട്ട പുരുഷന്മാർക്ക് സ്ത്രീകളാൽ ചിലപ്പോൾ കർമ്മരംഗത്ത് ചില വിഷമങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടായേക്കാം. എന്നാൽ അതിനെയൊക്കെ അതിജീവിക്കുന്ന തരത്തിൽ ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് തങ്ങളുടെ കർമ്മ മേഖലയിൽ അവരുടെ കഴിവ് ഏറ്റവും നന്നായി പ്രദർശിപ്പിക്കാൻ സാധിക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് ഈ പറയുന്ന ചെറിയ വിമർശനങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ദോഷമായി ബാധിക്കുകയില്ല. പൊതുവെ അവരുടെ കർമ്മരംഗം വളരെ സജീവമായിരിക്കും എന്നു തന്നെയാണ് കാണുന്നത്. മേലധികാരികളോട് ചെറിയ ചില അഭിപ്രായ വ്യത്യാസങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകാം. എന്നാൽ പോലും തങ്ങളുടെ ശക്തി, തങ്ങളുടെ പ്രവർത്തനക്ഷമത, കാര്യപ്രാപ്തി, ഇതെല്ലാം ഈ ഊർജ്ജസ്വലതയൊക്കെ ഇതിനെ മറികടക്കുന്നതാകയാൽ തീർച്ചയായും ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് കർമ്മരംഗത്ത് വിഘ്നങ്ങൾ ഉണ്ടാകില്ല എന്ന് തന്നെ ചിന്തിക്കണം. സാമ്പത്തികം ഇവർക്ക് പഴയതുപോലെ തന്നെയാണ്. ചിലപ്പോൾ ലോട്ടറി വരെ അടിക്കാം. പഴയതുപോലെ തന്നെ എന്ന് പറയുമ്പോൾ സാമ്പത്തികത്തിന് ദോഷമൊന്നും കാണുന്നില്ല. മാത്രവുമല്ല, ലോട്ടറി വരെ അടിക്കാം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഭാഗ്യ നറുക്കെടുപ്പിൽ പങ്കെടുക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കുമ്പോൾ അപ്രതീക്ഷിതമായി വലിയ കനത്ത ധനസഹായം ലഭിക്കാനോ ഒക്കെ സാധ്യത കാണുന്നുണ്ട്. വിദേശവുമായി ബന്ധപ്പെട്ട യാത്രയിൽ വലിയ ഗുണമാണ് ഇവർക്ക് കാണുന്നത്. അതുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ കാണുന്നു. പഠന സംബന്ധമായി, ഉപരിപഠന സംബന്ധമായ കാര്യങ്ങളിലും നേട്ടം കാണുന്നു. കാൽപാദങ്ങൾ, കാൽമുട്ടുകൾ തുടങ്ങിയ സ്ഥലത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകാം. പ്രത്യേകിച്ച് ശരീരത്തിൻ്റെ ചലനം, വേഗത, ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ദോഷമുണ്ടാകുമ്പോൾ പാദങ്ങളെ അത് ബാധിക്കാം, അല്ലെങ്കിൽ കൈകാലുകളെ ബാധിക്കാം. അത് പ്രത്യേകം ശ്രദ്ധിച്ചു കൊള്ളണം. അസ്ഥി, അതുപോലെ പേശി, ഈ ഭാഗത്തുമൊക്കെ എന്തെങ്കിലും ദോഷമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിൽ ആദ്യത്തെ 2 ദിവസങ്ങൾക്ക് ശേഷമുള്ള ദിവസങ്ങൾ വളരെ ഗുണകരമാണ്. അതായത് ആഴ്ചയുടെ ആദ്യ പകുതിയിലെ ആദ്യത്തെ 2 ദിവസങ്ങൾക്ക് ശേഷമുള്ള ദിവസവും പിന്നെ അവസാന ദിവസവും വളരെ ഗുണകരമാണ്. സാമ്പത്തിക നേട്ടം, പ്രവർത്തനങ്ങളിൽ വിജയം, തങ്ങൾ ഏർപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ മനസ്സംതൃപ്തിയും ഭാഗ്യവും അതുപോലെ ധനനേട്ടവും കിട്ടുന്നതായി കാണുന്നു. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഇടവക്കൂറിൽപ്പെട്ട പുരുഷ നക്ഷത്രക്കാർ സ്ത്രീകളാൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സ്ത്രീകളോട് പെരുമാറുമ്പോഴും സംസാരിക്കുമ്പോഴും അങ്ങേയറ്റത്തെ കരുതൽ ആവശ്യമാണ്. ആഴ്ചയുടെ അവസാന ദിവസം ഇവർക്ക് വളരെ അപ്രതീക്ഷിതമായി കുറേ ധനസഹായം വരാം. സഹോദരന്മാരിൽ നിന്നോ അല്ലെങ്കിൽ സഹോദരികളിൽ നിന്നോ, അതുമല്ലെങ്കിൽ ഏറ്റവും വേണ്ടപ്പെട്ട സുഹൃത്തുക്കളിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ ഒക്കെ സഹായം ഉണ്ടാകാനുള്ള സാധ്യത. ചില പുതിയ സ്ഥലങ്ങളിലേക്ക്, ആകർഷകത്വം നിറഞ്ഞ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാനുള്ള സാധ്യതയും ആഴ്ചയുടെ അവസാന ദിവസം കാണുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ കൃത്യമായി പറഞ്ഞാൽ 24, 25 പിന്നെ 28 ആണ്. അടുത്തത് മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ 2ാമത്തെ അര, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യത്തെ 3/4 ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം, ഇവർക്ക് ശാരീരികമായ ചെറിയ ദൗർബല്യങ്ങൾ അല്ലെങ്കിൽ ശാരീരികമായ ദുർബലത ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും, അനുഭവപ്പെടുന്നുണ്ടെങ്കിലും അതിനെ അതിജീവിക്കുന്ന തരത്തിൽ ഇവരുടെ മനസ്സ് ശക്തമായി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ചും തങ്ങളുടെ ജോലിയുടെ പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ജോലി കയറ്റത്തിന് വേണ്ടിയിട്ടുള്ള ഇവരുടെ ശ്രമങ്ങൾ വിജയിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കർമ്മരംഗത്ത് നിശ്ചയമായും തടസ്സമുണ്ടെങ്കിലും ചെറിയ ആശ്വാസങ്ങൾ പോലെ ചില പരീക്ഷകൾ, അഭിമുഖങ്ങൾ, ഇതൊക്കെ ഇവർ വിജയിക്കുന്നതായിട്ടും, അതുപോലെ കർമ്മരംഗത്ത് ഇവരുടെ കഴിവുകളെ മേലധികാരികളോ സഹപ്രവർത്തകരോ അംഗീകരിക്കുന്നതായിട്ടും കാണുന്നു. അതുകൊണ്ട് പൊതുവെ ഗുണമാണ്. പിതാവിന് ശാരീരികമായ അവശത വരാം. എന്നാൽ പിതാവിൽ നിന്ന് ധനസഹായം മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ തറവാടിൻ്റെ വിഹിതം അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ പിതാവിന് കിട്ടുന്ന ധനത്തിൽ ഒരു വലിയ പങ്ക് മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഇത് പിതാവ് തന്നെ ആയിരിക്കണമെന്നില്ല. പിതൃതുല്യരായ വ്യക്തികൾ, കാരണവസ്ഥാനത്തുള്ള ബന്ധുക്കൾ, ഇവരോട്, ഈ മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരോട് അനുഭാവം പ്രകടിപ്പിക്കുന്ന മേലധികാരികൾ, രാഷ്ട്രീയ പ്രവർത്തകർ, അതുപോലെ തന്നെ വളരെ ഉന്നത പദവി വഹിക്കുന്നവർ, ഇതൊക്കെ
ധനപരമായി മാത്രമല്ല മറ്റേതെങ്കിലും വിധത്തിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ആ പ്രശ്നങ്ങൾ മാറ്റുകയും മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരോട് പ്രത്യേകമായ സഹാനുഭൂതിയും സ്നേഹവും സഹായവും നൽകുന്നതായിട്ട് കാണുന്നുണ്ട്. അത് ഒരു പരിധിവരെ ഇവരുടെ ജീവിതത്തിൽ ഭൗതിക നേട്ടത്തിനും മനസ്സമാധാനത്തിനും കാരണമാവുകയും ചെയ്യുന്നതായി കാണുന്നു. പ്രധാനമായും ഈ ആഴ്ചയിൽ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ ധനപരമായും ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നതായും കാണുന്നു. അത് കഴിഞ്ഞാൽ ആഴ്ചയുടെ രണ്ടാം പകുതി തുടങ്ങുന്ന ദിവസങ്ങളും വളരെ ഗുണകരമാണ്. ശുഷ്കാന്തിയോടുകൂടി ശുഭ മനസ്സോടുകൂടി കാര്യപ്രാപ്തിയോടുകൂടി തങ്ങളുടെ കർമ്മമേഖലയെ സമീപിക്കാൻ ഇവർക്ക് സാധിക്കുന്നു. പുതിയ ചില സൗഹാർദ്ദങ്ങൾ ഉണ്ടാവുകയും അതിവർക്ക് വലിയ മനസമാധാനം നൽകുകയും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ത്വക്ക് സംബന്ധമായ ചില അസുഖങ്ങൾ ഇവർക്കുണ്ടാകാനുള്ള സാധ്യത കാണുന്നു. പ്രത്യേകിച്ചും ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ത്വക്കിന് നീറ്റലോ അതുപോലെ തന്നെ സൂര്യപ്രകാശം സ്പർശിക്കുന്ന വേളയിൽ ഉണ്ടാകാവുന്ന കളറിലെ വ്യത്യാസമോ ഒക്കെ തന്നെ ഇവരെ ചെറുതായിട്ടെങ്കിലും മാനസിക വിഷമം ഉണ്ടാക്കുന്നതായി കാണുന്നു, പ്രത്യേകിച്ചും മിഥുനക്കൂറിൽപ്പെട്ട സ്ത്രീ നക്ഷത്രക്കാർക്ക്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒന്ന്, ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികളോട് ചിലപ്പോൾ ആഴ്ചയുടെ അവസാന ദിവസം വൈകാരികമായി സംസാരിക്കുകയോ അല്ലെങ്കിൽ ക്ഷുഭിത മനസ്സോടുകൂടി സംസാരിക്കുകയോ ചെയ്യുന്നത് കൊണ്ടുണ്ടാകാവുന്ന ചില വൈഷമ്യങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് ആളുകളോട് സംസാരിക്കുമ്പോൾ, പ്രത്യേകിച്ചും ഏറ്റവും വേണ്ടപ്പെട്ടവരോട് സംസാരിക്കുമ്പോൾ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 22, 23, പിന്നെ 26, 27 ദിവസങ്ങളാണ് താരതമ്യേന ഗുണമുള്ളതായി കാണുന്നത്. അടുത്തത് കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ദാമ്പത്യ സംബന്ധമായി ദോഷമുണ്ടെന്നും ഇല്ലെന്നും പറയാവുന്നൊരവസ്ഥയുണ്ട്. പൊതുവേ കർക്കിടകക്കൂറിൽപ്പെട്ട പെട്ടെന്ന് ദേഷ്യം വരുന്ന വ്യക്തികളാണെങ്കിൽ അവർക്ക് അവരുടെ ജീവിത പങ്കാളിയോടോ അല്ലെങ്കിൽ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന വ്യക്തികളോടോ സഹകരിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തികളോടോ ചിലപ്പോൾ കാർക്കശ്യത്തോടു കൂടി സംസാരിക്കേണ്ട ഇട വന്നേക്കാം. അത് ചിലപ്പോൾ ദാമ്പത്യത്തിൽ അല്ലെങ്കിൽ കൂട്ടുപങ്കാളിത്തത്തോടെ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ ഏറ്റവും വേണ്ടപ്പെട്ട സൗഹാർദ്ദങ്ങളിൽ വിള്ളലുണ്ടാക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. വാക്ക് അതുകൊണ്ട് സൂക്ഷിച്ചുപയോഗിക്കുക. പെരുമാറ്റവും വളരെ ശാന്തവും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലാകുന്നതും ആയിരിക്കും ഈ ആഴ്ച കർക്കിടകക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായ അനുഭവങ്ങൾ ഉണ്ടാക്കാൻ സാധിപ്പിക്കുന്നത്. പ്രധാനമായി മറ്റൊന്ന് കാണുന്നത് ഇവരുടെ തിടുക്കമോ അല്ലെങ്കിൽ കാര്യങ്ങൾ അശ്രദ്ധയോടുകൂടി ചെയ്യുന്നത് കൊണ്ടുണ്ടാകാവുന്ന ചില ശാരീരികമായ മുറിവുകളോ പ്രശ്നങ്ങളോ ആണ്. കയർത്തു സംസാരിക്കുക, പെട്ടെന്ന് അശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്യുക, ഉയരമുള്ള സ്ഥലങ്ങളിലേക്ക് കയറുമ്പോൾ ശ്രദ്ധിക്കാതിരിക്കുക, ഭാരമുള്ള വസ്തുക്കളോ മൂർച്ചയുള്ള വസ്തുക്കളോ ഒക്കെ ബന്ധങ്ങളിലുണ്ടാകാവുന്ന അകൽച്ചയും അതുപോലെ ശാരീരികമായ മുറിവുണ്ടാകുന്ന അവസ്ഥയുമാണ് ഈ ആഴ്ചയിൽ കർക്കിടകക്കൂറുകാർ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്. എന്നാൽ കർക്കിടകക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിൽ ഏറ്റവും ഗുണകരമായിട്ടുള്ളത് അവരുടെ കർമ്മരംഗത്ത് അവർക്ക് ഏറ്റവും നന്നായി ശോഭിക്കാൻ സാധിക്കുന്നു എന്നതാണ്. കർമ്മരംഗം എന്ന് പറയുമ്പോൾ സ്കിൽഡായിട്ടുള്ള വ്യക്തികളെയാണ് കൂടുതലായി ഉദ്ദേശിക്കുന്നത്. കർക്കിടകക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരിൽ എന്തെങ്കിലുമൊക്കെ കഴിവുകൊണ്ട് ജീവിക്കുന്നവർക്ക് ആ കഴിവ് ഏറ്റവും നന്നായി പ്രയോഗിക്കാൻ സാധിക്കുന്നതായി കാണുന്നു. എഴുത്തുമായി ബന്ധപ്പെട്ടോ മറ്റ് രചനാ സമ്പ്രദായങ്ങളുമായി ബന്ധപ്പെട്ടോ ശില്പം രചിക്കുക, അതായത് ചിത്രം രചിക്കുക, എഴുതുക തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വ്യാപരിക്കുന്നവർക്ക് ഗുണമാണ്. അതുപോലെ കമ്മ്യൂണിക്കേഷൻ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നന്നായി സംസാരിക്കുവാനും എഴുതുവാനും സാധിക്കുന്നവർക്കുമൊക്കെ ഗുണം കാണുന്നുണ്ട്. സ്വാഭാവികമായും സാമ്പത്തിക നേട്ടത്തിന് പ്രചോദനമാകുന്ന തരത്തിൽ തങ്ങളുടെ കർമ്മരംഗത്തെ കൂടുതൽ ഷാർപ്പാക്കാൻ, കൂടുതൽ ക്രിയേറ്റീവാക്കാൻ ഇവർക്ക് സാധിക്കുന്നതായി കാണുന്നു. ഹൃദയം, കണ്ണ്, ഞരമ്പുകൾ തുടങ്ങിയ ഭാഗത്ത് ഇവരുടെ പിതാവിന് അസുഖമുണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അത് തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ മാത്രമല്ല, മേലധികാരികളോട് ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വാക്ക് സൂക്ഷിച്ച് ഉപയോഗിക്കണമെന്ന് പറഞ്ഞതിൻ്റെ പ്രധാന കാര്യം ഇവർ ഓർക്കാപ്പുറത്ത് സംസാരിക്കുന്ന ചില ക്ഷുഭിതമായ വാക്കുകൾ ചിലപ്പോൾ മേലധികാരികളെയും നെഗറ്റീവായി തോന്നിപ്പിക്കാം. അതുകൊണ്ട് സ്വാഭാവികമായും ജോലി സ്ഥലത്ത് എത്ര കഴിവോടുകൂടി പ്രവർത്തിച്ചാലും വാക്ക് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് കർക്കിടകക്കൂറിൽപ്പെട്ട ചില നക്ഷത്രക്കാർക്ക് മുൻദേഷ്യമുണ്ട്. അത് പരമാവധി നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. രോഗം എന്ന് പറയുന്നത് പ്രധാനമായും ഇവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു, കയറുമ്പോഴും ഭാരമുള്ള വസ്തുക്കളും അതുപോലെ മൂർച്ചയുള്ള വസ്തുക്കളും അതുപോലെ ഇലക്ട്രിസിറ്റിയോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോഴും അടുക്കളയിൽ തീയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോഴുമൊക്കെ നല്ല കരുതലും ശ്രദ്ധയും ആവശ്യമാണ്. ത്വക്ക് രോഗത്തിന് സാധ്യത കാണുന്നുണ്ട്. അകാരണമായ ഭയം വീണ്ടും അവരിലേക്ക് ഉണ്ടാക്കാനുള്ള സാധ്യത ഇത് സൃഷ്ടിക്കുന്നതായും കാണുന്നു.
ധനപരമായി ദോഷമില്ല, പ്രവർത്തന സംബന്ധമായും ദോഷമില്ല. വാക്ക് സൂക്ഷിക്കുക, അതുപോലെ ഓരോ കാര്യം ചെയ്യുമ്പോഴും ശാരീരികമായും മാനസികമായും ശ്രദ്ധയോടുകൂടി ചെയ്യുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ 22, 23, 24, 25 പിന്നെ 28 ദിവസവും താരതമ്യേന ഗുണമുള്ളതായിട്ട് കാണുന്നു. അടുത്തത് ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായ അവസ്ഥകൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ജീവിത കാര്യത്തിലാണ് പ്രധാനമായും ദാമ്പത്യ സംബന്ധമായ കാര്യത്തിൽ ഒത്തൊരുമിച്ച് പോകാൻ ശ്രമിക്കുന്ന ഒരു മനസ്സോടെ വരുമെങ്കിലും ചെറിയ ചില അഭിപ്രായ വ്യത്യാസങ്ങളും അതുപോലെ തന്നെ കലഹവുമൊക്കെ ഈ ജീവിത പങ്കാളിയിൽ നിന്ന് നേരിടേണ്ടി വരുന്നത് കൊണ്ട് ചിലപ്പോൾ ഈ ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരും അവരുടെ നിയന്ത്രണം വിട്ടുപോയേക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് അകന്നു നിൽക്കാൻ പ്രേരണ ഉണ്ടാകുന്നതായി കാണുന്നു. ജീവിത പങ്കാളിക്ക് അസുഖമോ മാനസികമായ പ്രശ്നങ്ങളോ ഉണ്ടായേക്കാം. അതിൻ്റെ വൈഷമ്യങ്ങൾ ഈ സ്വാഭാവികമായും ഈ പറയുന്ന ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കും ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. അപ്പോൾ ശാരീരികമായ അവശതയ്ക്കൊപ്പം തന്നെ മാനസികമായ പ്രശ്നങ്ങളും കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യത്തിലുണ്ടാകാം. എന്നാൽ ഇവരുടെ പ്രവർത്തനങ്ങളിൽ മികവുണ്ടാകാൻ സാധ്യത കാണുന്നത് കൂടുതലും അവരുടെ കഴിവിനനുസരിച്ച് ചെയ്യുന്ന കാര്യങ്ങൾക്ക് മാത്രമാണ്. പൊതുവേ തടസ്സവും അതുപോലെ തന്നെ 7-ൽ നിൽക്കുന്ന രാഹുവിൻ്റെ ദോഷവുമൊക്കെ ജന്മത്തിൽ നിൽക്കുന്ന കേതുവിൻ്റെ ദോഷവുമൊക്കെ ഇവർ അനുഭവിക്കേണ്ടി വരുന്നതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും നല്ല ശ്രദ്ധ ചിങ്ങക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമാണ്. ചൊവ്വ 7-ൽ നിൽക്കുന്നു, സൂര്യൻ 7-ൽ നിൽക്കുന്നു, രാഹു 7-ൽ നിൽക്കുന്നു, ശുക്രൻ 7-ൽ നിൽക്കുന്നു, ബുധൻ 7-ൽ നിൽക്കുന്നു. ഈ ഗ്രഹങ്ങൾ എല്ലാം തന്നെ 7-ാം ഭാവത്തിൽ ശനിക്ഷേത്രത്തിൽ നിൽക്കുന്നത് അത്ര നല്ലതല്ല. ഇവിടെ ആകെ ഗുണം കാണുന്നത് ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയിലാണ് ഇത്രയും ഗ്രഹങ്ങൾ നിൽക്കുന്നത് എന്ന ഗുണമാണ്. മാത്രമല്ല വ്യാഴം 11-ൽ നിന്നുകൊണ്ട് സർവാഭീഷ്ടം എല്ലാ കാര്യങ്ങൾക്കും അനുഗ്രഹമായി നിൽക്കുകയും ചെയ്യും. ആ ഒരൊറ്റ കാര്യം കൊണ്ടാണ് ഇവർക്ക് പൊതുവേ ഗുണമുണ്ടാവുക. അല്ലാതെ നോക്കുമ്പോൾ പൊതുവേ പകുതി മനസ്സോടുകൂടി ഇവർക്ക് വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ അതിനെ അതിജീവിച്ചുകൊണ്ട് ഈശ്വരാധീനവും ഭാഗ്യവും ഇവരിലേക്ക് പെയ്തിറങ്ങുന്നതുകൊണ്ട് ഇവർക്ക് പിന്നീട് ആ വിഷമങ്ങളൊക്കെ മാറുന്നതായി തോന്നും. ഒരു ദിവസത്തെ കാര്യം ചിന്തിച്ചാൽ തന്നെ പകലും അതുപോലെ തന്നെ വൈകുന്നേരം വരെ ഏകദേശം ഇവരുടെ മനസ്സിനെ വല്ലാതെ വിഷമിപ്പിക്കുന്നൊരവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരും. എന്നാൽ രാത്രിയോടുകൂടി ഒരു മനസമാധാനം അറിയാതെയെങ്കിലും ഇവരുടെ ഉള്ളിലേക്ക് കടന്നു വരും. അത് ഈ 11-ൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ അനുഗ്രഹമാണ്. അപ്പോൾ എന്തു വന്നാലും കഷ്ടപ്പാടിൻ്റെയോ അല്ലെങ്കിൽ വിഷമിക്കുന്ന ചിന്തകളിലൂടെയോ ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് കടന്നു പോകേണ്ടി വരുമെന്ന കാര്യം ചിന്തിക്കുക. ഓരോരുത്തരുടെയും ഗ്രഹനില പ്രകാരം ദശ, അപഹാരം, ഛിദ്രം ഇതൊക്കെ വളരെ ശുഭഗ്രഹങ്ങളുടെ സ്വാധീനത്താൽ നിൽക്കുകയാണെങ്കിൽ ഇതിനൊക്കെ ഏറ്റക്കുറച്ചിലുണ്ടാകാം. അല്ലാതെ ചാരവശാൽ നോക്കുമ്പോൾ ഇപ്പോൾ ഇവർക്ക് ഇത്തിരി ദോഷം കാണുന്നുണ്ട്. 7-ൽ നിൽക്കുന്ന ഗ്രഹങ്ങളൊന്നും തന്നെ ശുഭഗ്രഹങ്ങളല്ല എന്നുള്ള, അല്ലെങ്കിൽ ശുഭഫലം ദാനം ചെയ്യുന്ന ഗ്രഹങ്ങളല്ല എന്ന് ചിന്തിക്കണം. ശനിയുടെ രാശിയിൽ സൂര്യൻ നിൽക്കുമ്പോൾ സൂര്യൻ അവിടെ ദോഷം ചെയ്യും. അതുപോലെ ചൊവ്വ 7-ൽ നിൽക്കുന്നത് നല്ലതല്ല. ചൊവ്വയ്ക്കും ശനിയുടെ ക്ഷേത്രത്തിൽ നിൽക്കുന്നത് നല്ലതല്ല. രാഹു സൂര്യനോടുകൂടി ചേർന്നൊക്കെ നിൽക്കുമ്പോൾ സ്വാഭാവികമായും പ്രശ്നം വരും. ബുധൻ 7-ൽ നല്ലതല്ല. ശുക്രൻ 7-ൽ ദാമ്പത്യ കാര്യത്തിൽ പ്രശ്നം ഉണ്ടാക്കും. ബാക്കി കാര്യങ്ങളിലൊക്കെ ശുക്രൻ ഗുണത്തെ തരും. അപ്പോൾ കഴിവ്, സാമ്പത്തിക നേട്ടം, ഇവരെക്കുറിച്ചുള്ള മതിപ്പ്, അതിനൊന്നും ദോഷം വരില്ല. പക്ഷേ ഉള്ളാലെ ഒരുപാട് അസ്വസ്ഥതകൾ ഇവർക്ക് സഹിക്കേണ്ടി വരും. എന്നാൽ 11-ൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് കാര്യങ്ങൾ ജസ്റ്റ് നടന്നു പോകും. സാമ്പത്തിക നേട്ടം, ആഗ്രഹിച്ച കാര്യങ്ങൾ കൃത്യമായി നേടാനുള്ള ഒരവസ്ഥ ഇതൊക്കെ ഉണ്ടാകും. ഈ ആഴ്ചയിൽ ചിങ്ങക്കൂറിനെ സംബന്ധിച്ചിടത്തോളം നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 24, 25, 26, 27 നല്ല ദിവസമാണ്. 28-ാം തീയതി കാശ് ഒരുപാട് ചെലവഴിക്കേണ്ടി വരുന്നൊരു ദിവസമായും കാണുന്നു. അടുത്തത് കന്നിക്കൂറാണ്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, അത്തം, ചിത്തിരയുടെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ 2ാം പകുതിയാണ് കൂടുതൽ ഗുണകരമായി കാണുന്നത്. ശുക്രൻ്റെ 6-ലെ നിലയും അതുപോലെ തന്നെ ബാക്കി ഗ്രഹങ്ങൾ, പാപഗ്രഹങ്ങളായ സൂര്യനും രാഹുവും ചൊവ്വയും 6-ൽ നിൽക്കുന്നതും ദോഷമല്ല. ശുക്രൻ്റെ 6-ലെ നില ദാമ്പത്യ സംബന്ധമായി ദോഷമുണ്ടാക്കും. ഉദരസംബന്ധമായ രോഗത്തെ, ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ പോലുള്ള രോഗത്തെയും വരുത്താം. എന്നാൽ ചൊവ്വയും രാഹുവും സൂര്യനും ദോഷം ചെയ്യില്ല. ബുധൻ 6-ൽ ഗുണത്തെ ചെയ്യുകയും ചെയ്യും. ബുധൻ അവരുടെ കടബാധ്യത അല്ലെങ്കിൽ വാഗ്ദാനങ്ങൾ ഏറ്റതിന് ശേഷം അത് നിറവേറ്റാൻ സാധിക്കാത്ത അവസ്ഥ, മറ്റുള്ളവർ തങ്ങളെ സഹായിക്കുമെന്ന് പറഞ്ഞിരുന്നത് അതുവരെയും സഹായിക്കാതിരുന്ന അവസ്ഥ, അതിനൊക്കെ മാറ്റമുണ്ടാകും.
അതുകൊണ്ട് സ്വാഭാവികമായും ഇവർക്ക് ധനപരമായ കാര്യത്തിൽ എന്തെങ്കിലും മോഹമോ ആഗ്രഹമോ ഉണ്ടായിരുന്നെങ്കിൽ അത് ഒരു പരിധിവരെ ഈ ആഴ്ച നിറവേറ്റപ്പെടുന്നതായി കാണുന്നു. അതുപോലെ തന്നെ കഴിവിനനുസരിച്ച് ചില കാര്യങ്ങളൊക്കെ ആസൂത്രണം ചെയ്ത് വച്ചിരുന്നത് മുമ്പ് എന്തെങ്കിലും തടസ്സത്താൽ നിന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനൊരു മാറ്റം വരുന്നു, ആ തടസ്സം മാറുന്നു, പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. അതുകൊണ്ട് സാമ്പത്തികമായ കാര്യത്തിൽ കടബാധ്യതയെ വീട്ടാൻ തക്കവണ്ണമുള്ള സാമ്പത്തിക നേട്ടം ഇവർക്ക് ആഴ്ച ഉണ്ടാകുമെന്ന് കാണുന്നുണ്ട്. പ്രവർത്തന രംഗത്തൊരു ചേഞ്ച് ഉണ്ടാവും, പുതിയ ആശയങ്ങൾ വരും, പുതിയ ആളുകൾ തങ്ങളുടെ കഴിവിനനുസരിച്ച് വരികയും സാമ്പത്തികം മുടക്കുകയും ഒക്കെ ചെയ്യാം. അതുകൊണ്ട് പ്രവർത്തനങ്ങളിൽ ദോഷമില്ല. കുടുംബത്തിൽ നിന്ന്, പ്രത്യേകിച്ചും ജീവിത പങ്കാളിയോടൊത്ത് സഹവസിക്കുന്ന സ്ഥലത്തു നിന്ന് ചിലപ്പോൾ മാറി നിൽക്കേണ്ടി വന്നേക്കാം. സന്താനങ്ങൾക്കോ അല്ലെങ്കിൽ സന്താനങ്ങളുടെ ഉദര സംബന്ധമായ ഭാഗങ്ങളിലോ എന്തെങ്കിലും അസുഖമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ നക്ഷത്രക്കാർക്കും, അതായത് കന്നിക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കും അവരുടെ പിതാവിനോ അല്ലെങ്കിൽ അവർക്കു തന്നെയോ, ഈ നക്ഷത്രക്കാർക്കു തന്നെയോ ഹൃദയവുമായി ബന്ധപ്പെട്ടോ മിഴികളുമായി കണ്ണുകളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ പേശി സംബന്ധമായോ അസുഖമുണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ജീവിത പങ്കാളിയുടെ കാര്യത്തിലും വളരെ ശ്രദ്ധ വേണം. ജോലി സംബന്ധമായ കാര്യത്തിൽ നല്ല മാറ്റമുണ്ടാവും. പ്രത്യേകിച്ചും സാമ്പത്തികമായി എന്തെങ്കിലും ഗുണം കിട്ടുന്ന ഏത് പ്രവൃത്തികൾ ചെയ്യുന്നതിലും അവർക്ക് കുറച്ചുകൂടി ആശയപരമായിട്ടുള്ള മുന്നോട്ട് പോകാൻ സാധിക്കും. അതിനനുസരിച്ച് സാമ്പത്തികമായ വർധനവ് കാണുന്നുണ്ട്. ആരോഗ്യ സംബന്ധമായി ശ്രദ്ധിക്കണം. ഉദരമാണ് ഈ നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ ഹൃദയം, ഞരമ്പുകൾ ഈ ഭാഗവും ശ്രദ്ധിക്കണം. പിതാവിൻ്റെ ആരോഗ്യനിലയും അത്ര നല്ലതല്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 26, 27, 28 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് തുലാക്കൂറാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിരയുടെ രണ്ടാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം പൊതുവേ ഭാഗ്യസ്ഥാനത്ത് ശുക്രൻ നിൽക്കുന്നു. അതുപോലെ തന്നെ ശുക്രനാണ് അവിടെ ഏറ്റവും പവർഫുള്ളായിട്ട് നിൽക്കുന്നത്. വ്യാഴത്തിൻ്റെ ദൃഷ്ടിയിൽ കൂടി ആയതിനാൽ ശുക്രൻ എന്തെങ്കിലും കാര്യമായിട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു ചിന്ത വേണം. ഭാഗ്യസ്ഥാനത്ത് ദേവിയുടെ അനുഗ്രഹമാണ് കൃത്യമായിട്ടുള്ളത്. അതുപോലെ 9-ൽ നിൽക്കുന്നതും ശുഭഗ്രഹമായ വ്യാഴമാണ്. അപ്പോൾ സർവേശ്വരൻ്റെയും അതുപോലെ മറ്റൊരാചാര്യനായ ശുക്രൻ്റെയും നില ത്രികോണഭാവങ്ങളിൽ നിൽക്കുന്നത്, 5-ലും 9-ലും നിൽക്കുന്നത് തുലാക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് അനുഗ്രഹമാണ്. അവരുടെ കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന വീഴ്ചകളിലും ജോലി സംബന്ധമായ നൈരാശ്യങ്ങളിൽ നിന്നുമൊക്കെ അവർക്ക് രക്ഷ ഉണ്ടാകുന്നതായി കാണുന്നു. പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി സജീവമായി, കുറച്ചുകൂടി മറ്റുള്ളവർക്ക് ഗുണം നൽകുന്ന തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതിനാൽ അവർക്ക് അവരുടെ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ കുറച്ചുകൂടി ഉറപ്പ് ലഭിക്കുന്നു. സ്വന്തമായി ജീവിതത്തിൽ നഷ്ടങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടായിരുന്നവർക്ക് അതിൽ നിന്ന് കരകയറാൻ സാധിക്കുന്നു. അത്തരം കാര്യങ്ങളുമായി അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. സന്താനങ്ങളുടെ കാര്യത്തിലുണ്ടാകുന്ന ഭാഗ്യം, അതുപോലെ തന്നെ അവരുടെ കാര്യങ്ങളിലുണ്ടാകാവുന്ന പോസിറ്റീവായിട്ടുള്ള സൂചനകളൊക്കെ തന്നെ ഇവർക്ക് ആഹ്ലാദം നൽകുന്നവയാണ്. കഴിഞ്ഞ കുറേ കാലമായി ഇവരെ അലട്ടിയിരുന്ന കടബാധ്യതയ്ക്കോ മറ്റേതെങ്കിലും അരിഷ്ടതകൾക്കോ അല്ലെങ്കിൽ രോഗാതുരമായ അവസ്ഥകൾക്കോ ഒക്കെ മാറ്റമുണ്ടാകുന്നു. മാറ്റം പുരോഗമനപരമായ മാറ്റം തന്നെയാണ്. അതുപോലെ തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം, വിദേശത്തു നിന്നുള്ള ധനസഹായത്തിന് തടസ്സമുണ്ടായിരുന്നെങ്കിൽ ആ തടസ്സം മാറുന്നു. വിദേശത്തിൽ നിന്ന് ധനസഹായം വരാം. ഇവരുടെ തന്നെ സ്ഥാപനങ്ങൾ വിദേശവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ആലോചിച്ചിരുന്നതിന് തടസ്സമുണ്ടായിരുന്നത് മാറുന്നതായി കാണുന്നു. അല്ലെങ്കിൽ ഇവരുടെ അടുത്ത തലമുറ വിദേശവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലോ കൂടുതൽ പണം തങ്ങളുടെ അടുക്കലേക്ക് എത്തുവാൻ വേണ്ടി തക്കവണ്ണമുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കാര്യമോ ഒക്കെ ആലോചിക്കുന്നു. അത്തരം കാര്യങ്ങളിൽ വളരെ പോസിറ്റീവായിട്ടുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് പൊതുവെ ഗുണകരമാണ്. രോഗാതുരമായ ചില ആശങ്കകൾ സന്താനങ്ങളെ ചൊല്ലി ഉണ്ടായിരുന്നതിന് മാറ്റമുണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ സന്താനങ്ങളുടെ മംഗളകരമായ കാര്യങ്ങളിലും ഈ തുലാക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കുണ്ടായിരുന്ന ആശങ്കകൾ മാറുന്നതായി കാണുന്നു. ഈ മക്കളുടെ കാര്യത്തിൽ മാത്രമല്ല, തുലാക്കൂറിൽപ്പെട്ട ഏതു പ്രായത്തിലുള്ള ആൾക്കാർക്കായാലും അവർക്ക് മനസ്സിലുണ്ടായിരുന്ന ആശങ്കകൾ, തങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് ഗതി ഉണ്ടാകുമോ, സാമ്പത്തിക പ്രശ്നങ്ങൾ വീണ്ടും വരുമോ, അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ ബാധിക്കുമോ, കടബാധ്യത വർദ്ധിക്കുമോ, ഈ ചിന്തകൾക്ക് അറുതി വരുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായും അവരുടെ മനസ്സിന് കുറച്ചുകൂടി സമാധാനം ലഭിക്കുന്നു. അത് കർമ്മരംഗത്ത് കൂടുതൽ അവരുടെ മനസ്സിനെ വ്യാപൃതരാക്കാൻ തക്കവണ്ണമുള്ള ഏകാഗ്രത ലഭിക്കാൻ സഹായിക്കുന്നു. അത് സാമ്പത്തിക നേട്ടത്തിന് വഴിമാറുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് പൊതുവെ ഗുണകരം തന്നെയാണ് തുലാക്കൂറിനെ സംബന്ധിച്ചിടത്തോളം. ത്വക്ക് സംബന്ധമായ അസുഖമോ ത്രോട്ടിനോ തോളലിനോ അല്ലെങ്കിൽ തൊണ്ടയ്ക്കോ തോളലിനോ ഒക്കെ എന്തെങ്കിലും അസുഖമുണ്ടാകാനുള്ള സാധ്യതയോ കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത്
22, 23 ദിവസവും പിന്നെ 28 താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളാണ് തുലാക്കൂറിന്. അടുത്തത് വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങളാണ്. കുടുംബത്തിൽ കുറച്ചുകൂടി കാര്യക്ഷമമായ ചില പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ഇവർക്ക് സാധിക്കുന്നതായിട്ടാണ് കാണുന്നത്. വീട് മോടി പിടിപ്പിക്കുക, അത് സ്വന്തം തറവാട് വീടായാലും ശരി, അല്ലെങ്കിൽ ഭാര്യയുമൊത്ത് അല്ലെങ്കിൽ ഭർത്താവുമൊത്ത് ജീവിക്കുന്ന സ്വന്തം വീട്ടിലായാലും ശരി, അതിൻ്റെ ആന്തരിക ഭാവങ്ങളും അതുപോലെ ബാഹ്യമായ അവസ്ഥകൾക്കുമൊക്കെ കൂടുതൽ ആകർഷകത്വം നൽകുന്ന തരത്തിലുള്ള മോടി പിടിപ്പിക്കൽ നടത്തുക. അതുപോലെ പുതിയ വാഹനം വാങ്ങുക, വാഹനത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ, വിദേശവുമായി ബന്ധപ്പെട്ട ജോലിയിലോ അല്ലെങ്കിൽ കച്ചവടവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലോ ഇവർക്ക് കുറച്ചുകൂടി ഊർജ്ജസ്വലതയും കൂടുതൽ ലാഭം കിട്ടാൻ തക്കവണ്ണമുള്ള ആശയങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുമായി ചേർന്ന് മുന്നോട്ട് പോകാനോ സാധിക്കുന്നതായി കാണുന്നു. കൂടുതൽ സഹവാസങ്ങൾ ഉണ്ടാകുന്നു, കൂടുതൽ സൗഹൃദഭാവങ്ങൾ ഉണ്ടാകുന്നു, പ്രവർത്തനങ്ങളെ വിജയത്തിലെത്തിക്കാൻ തക്കവണ്ണമുള്ള ഉപദേശങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് സ്വീകരിക്കുന്നു. അത്തരം കാര്യങ്ങളിലെ അവരുടെ ഈഗോയൊക്കെ മാറുന്നതായിട്ടാണ് കാണുന്നത്. അതായത് വൃശ്ചികക്കൂറിൽപ്പെട്ടവരുടെ ഈഗോ. പൊതുവേ വൃശ്ചികക്കൂറുകാർ അല്പം ദേഷ്യവും വാശിയുമൊക്കെ ഉള്ളവരാണെങ്കിലും ഈ ഒരാഴ്ചയിൽ അവർക്ക് പൊതുവെ മനസമാധാനവും അതുപോലെ തന്നെ വർത്തമാനം പറയുന്നതിലും പ്രവർത്തിക്കുന്നതിലുമൊക്കെ സൗമ്യതയും ശാന്തിയും വരുന്നതായിട്ടാണ് കാണുന്നത്. ഒരു ശാന്തത ഇവർക്കുണ്ടാകുന്നു. അത് ഇവരുടെ പ്രവർത്തനങ്ങളെ കൂടുതൽ ദീപ്തമാക്കാൻ സഹായിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് കർമ്മരംഗം സജീവമാകുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത, കാര്യങ്ങൾ ഒരു ഉറക്കം തൂങ്ങൽ അവസ്ഥ നേരത്തെ ഉണ്ടായിരുന്നതിന് മാറ്റമുണ്ട്. കുറച്ചുകൂടെ ചലനമാകുന്നു കാര്യങ്ങൾ. വാഹനം സൂക്ഷിച്ചുപയോഗിക്കണം എന്നുള്ള കാര്യം കൂടി ഇവരെ ഓർമ്മിപ്പിക്കുന്നു. പുതിയ വാഹനം വരാം, അല്ലെങ്കിൽ കൂടുതൽ ഊർജ്ജസ്വലത വരാം, അതൊക്കെ ശരി തന്നെ. അതിനോടൊപ്പം തന്നെ ചിലപ്പോൾ ഓവർ സ്പീഡ് കൊണ്ടോ അല്ലെങ്കിൽ ശ്രദ്ധക്കുറവ് കൊണ്ടോ ഉണ്ടാകാവുന്ന വാഹനാപകടങ്ങൾ കാണുന്നുണ്ട്. അതുപോലെ വീട്ടുമൃഗങ്ങൾ, ഇവർ താലോലിച്ച് വളർത്തുന്ന മൃഗങ്ങൾക്ക് എന്തെങ്കിലും ശാരീരികമായ അവശതയോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നു. ചിലപ്പോൾ ഈ നക്ഷത്രത്തിൽപ്പെട്ട വൃശ്ചികക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരിൽ ചിലരെങ്കിലും വീടുമാറ്റത്തിനും ഒരുങ്ങുന്നു എന്ന് കാണുന്നുണ്ട്. പൊതുവെ ഇവരെ സംബന്ധിച്ചിടത്തോളം അനാരോഗ്യം അല്ലെങ്കിൽ സാമ്പത്തികമായ കാര്യങ്ങളിൽ അല്പം മുട്ട് ഒക്കെ ഉണ്ടായിരുന്നതിന് ഒരു ചെറിയ മാറ്റം വരുന്നുണ്ട്, പുരോഗതി വരുന്നുണ്ട്. ധനം കൂടാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ വളരെ ശക്തമായി വരുന്നു. അതിൽ നിന്ന് സാവധാനമായിരിക്കും ധനം വരിക എന്നുള്ള കാര്യം ചിന്തിക്കുക. ധനകാരകനായ ഗ്രഹം 8-ൽ നിൽക്കുന്നത് കൊണ്ട് അതിൻ്റെ ഒരു പ്രശ്നം വരാം. പക്ഷേ 8-ൽ നിന്നുകൊണ്ട് 2-ലേക്ക് അത് നോക്കുന്നത് കൊണ്ട്, 2 ധനസ്ഥാനമായതുകൊണ്ടും പണം ഇവർക്ക് വരുമെന്നുള്ള കാര്യത്തിൽ, അല്ലെങ്കിൽ പണം വരാൻ തക്കവണ്ണമുള്ള ഈശ്വരാധീനം ഇവർക്ക് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അതുകൊണ്ട് പൊതുവേ ഗുണകരം തന്നെയാണ്. അപ്പോൾ ആരോഗ്യ സംബന്ധമായി ശ്രദ്ധിക്കേണ്ടത്, മാതാവിനൊരു ശസ്ത്രക്രിയ വേണ്ടി വന്നേക്കും എന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാർക്കും തുട, കാൽമുട്ട് ഭാഗങ്ങളിൽ അസുഖമുണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് ആരോഗ്യം വളരെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള ശൈലികൾ ആവിഷ്കരിക്കുക എന്നതാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായും പറയാനുള്ളത്. ആളുകളോട് ഇടപഴകുമ്പോഴുമൊക്കെ ഒരു ശ്രദ്ധ വേണം. പലതരത്തിലുള്ള മനുഷ്യരുമായി ഇടപഴകുന്നത് കൊണ്ട് അങ്ങേയറ്റത്തെ കരുതലോടുകൂടി ഓരോ കാര്യങ്ങളും ചെയ്യണം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ 22, 23, 24, 25 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് ധനുക്കൂറാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യ കാൽഭാഗം. വ്യാഴത്തിൻ്റെ അനുഗ്രഹം, ജന്മലഗ്നത്തിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി, അതുപോലെ തന്നെ 3-ാം ഭാവത്തിലേക്ക്, അതായത് വ്യാഴത്തിൻ്റെ 9-ലേക്കുള്ള ദൃഷ്ടി 3-ാം ഭാവത്തിലേക്കാണ്. അതുകൊണ്ട് ഒരു കാര്യത്തിൽ നീതിപൂർവകമായ സ്ഥൈര്യം ഇവർക്കുണ്ടാകുന്നു. പ്രത്യേകിച്ചും ധനം ആർജിക്കുന്ന കാര്യത്തിലും ജോലിയിൽ ഏറ്റവും നന്നായി നീതിപൂർവകമായി ഇടപഴകുന്ന കാര്യത്തിലും ഇവരുടെ മനസ്സിൻ്റെ ഉറപ്പ് അപാരമായിരിക്കും ഈ ആഴ്ചയും. അതുകൊണ്ട് തന്നെ ഇവർക്ക് 3-ൽ നിൽക്കുന്ന സൂര്യൻ, രാഹു, ചൊവ്വ ഇവരുടെ അനുഗ്രഹം കൃത്യമായി കിട്ടുന്നു. ശുക്രനും 3-ൽ അത്ര ദോഷമല്ല. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായി തങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ ഏറ്റവും നന്നായി നീതിപൂർവകമായി ആരുടെ കീഴിലും തങ്ങളുടെ വ്യക്തിത്വം അടിയറ വയ്ക്കാതെ ഇവർക്ക് ചെയ്യാൻ സാധിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഈ 4-ൽ നിൽക്കുന്ന കണ്ടകശനി 10-ാം ഭാവത്തിലേക്ക് നോക്കുന്നത് കൊണ്ടും 9-ൽ നിൽക്കുന്ന കേതു ഭാഗ്യത്തെ പൊതുവെ തടയുന്നത് കൊണ്ടും എത്രമാത്രം ശക്തമായി കഴിവോടുകൂടി ആത്മാർത്ഥതയോടുകൂടി തങ്ങളുടെ പ്രവർത്തന രംഗത്ത് നിന്നാലും ഇവർക്ക് തിരിച്ചു കിട്ടുന്ന മാനസിക ചിന്തകളും തിരിച്ചു കിട്ടുന്ന മറ്റു കാര്യങ്ങളുമൊക്കെ തന്നെ ചിലപ്പോൾ മനസ്സിനെ വിഷമിപ്പിക്കുന്നതാകാം. ഇത്രമാത്രം പ്രവർത്തിച്ചിട്ടും ആളുകൾ ഇങ്ങനെയാണല്ലോ, സഹപ്രവർത്തകർ അല്ലെങ്കിൽ മറ്റുള്ളവർ, സഹജീവികൾ ഇങ്ങനെയാണല്ലോ പെരുമാറുന്നത് എന്ന ചിന്ത ഇവരുടെ മനസ്സിനെ അലട്ടാം.
കാരണം പൊതുവെ ഇവർക്ക് ഭാഗ്യത്തിന് അല്പം കുറവുണ്ട്. പ്രത്യേകിച്ചും മേലധികാരികളുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാരിൽ, അതായത് മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാർഭാഗം നക്ഷത്രക്കാർക്ക് അവരുടെ കാരണവസ്ഥാനത്തുള്ള വ്യക്തികളുടെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളെ ചൊല്ലിയോ മനോവിഷമമുണ്ടാകാം. അതുപോലെ തന്നെ കർമ്മരംഗത്തുള്ള തടസ്സങ്ങൾ പൊതുവെ ഇവർക്കുണ്ടാക്കാവുന്ന ഒരു മാനസികാവസ്ഥ അത് ഇവരുടെ പ്രവർത്തനങ്ങളിലെ കുറവ് കൊണ്ടോ മികവിൻ്റെ കുറവ് കൊണ്ടോ ഒന്നുമല്ല, മറിച്ച് ഇവർക്ക് കിട്ടുന്ന പ്രതികരണങ്ങൾ സഹപ്രവർത്തകരിൽ നിന്നൊക്കെ അത്ര നല്ലതാവണമെന്നില്ല. മേലധികാരികളുടെ ഭാഗത്തു നിന്നും ഇവർക്ക് വലിയ സന്തോഷം കിട്ടുന്നൊരവസ്ഥ കാണുന്നില്ല. ഇതിനെയൊക്കെ അതിജീവിക്കുന്ന തരത്തിൽ ഈശ്വരാധീനമുള്ളത് മാത്രമാണ് ഇവരെ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് ചിന്തിക്കണം. സാമ്പത്തികമായി ഇവർക്ക് കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകാനുള്ള അവസ്ഥയുണ്ടാകും. അതുപോലെ തന്നെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകുന്ന തടസ്സത്തെയും മാനസിക വിഷമത്തെയും അതിജീവിക്കാൻ തക്കവണ്ണമുള്ള ഊർജ്ജസ്വലത ഭഗവാൻ തന്നെ ഇവർക്ക് നൽകും എന്നതായിട്ടാണ് കാണുന്നത്. പൊതുവേ ബന്ധുക്കൾ, സഹോദര സ്ഥാനത്തുള്ളവർ അതൊക്കെ അനുകമ്പാപൂർവമായും അല്ലെങ്കിൽ അവർ ഏതെങ്കിലും തരത്തിൽ സഹായിക്കുന്നതായും, പ്രത്യേകിച്ചും മാനസികമായി സഹായിക്കുന്നതായിട്ടും കാണുന്നു. എല്ലാത്തിലും ഉപരി ധനുക്കൂർ നക്ഷത്രക്കാർക്ക് അവരുടെ മാനസിക ശക്തിയാണ് അവരെ ഇപ്പോൾ നിലനിർത്തുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം രോഗാതുരമായ അവസ്ഥകൾ എടുത്തു പറയുന്നത് അവരുടെ മാതാവിനോ പിതാവിനോ അത്ര നല്ലതല്ല എന്ന് ചിന്തിക്കണം. വാഹനം ഓടിക്കുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം, ജാഗ്രത പാലിക്കണം. വാഹനം ഓടിക്കുമ്പോൾ ഉണ്ടാകുന്ന ആബ്സെൻറ്റ് മൈൻഡഡ്നെസ്, ഇവർക്ക് മനസ്സിൻ്റെ സാന്നിധ്യമില്ലായ്മ, അതായത് ജാഗ്രതക്കുറവ്, സ്വാഭാവികമായും ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ദോഷം വരുത്താനുള്ള സാധ്യതയുണ്ട്. കണ്ണും മനസ്സും എപ്പോഴും തുറന്ന് ഓരോ കാര്യങ്ങളും ചെയ്യുക എന്നത് മാത്രമാണ് ഇവരോട് പറയാനുള്ളത്. അതിന് കൃത്യമായ പ്രാർത്ഥനയും പിൻബലത്തോടു കൂടി വേണം എന്ന കാര്യവും ഓർമ്മിപ്പിക്കുന്നു. പൊതുവേ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണെങ്കിലും മാതാവിന് അതുപോലെ തന്നെ മനസ്സിൻ്റെ ദോഷം ഇതൊക്കെ ശരീരത്തെ ബാധിക്കാം. പിന്നെ കവിളല്, അതുപോലെ തന്നെ കീഴ്ത്താടിയുടെ ഭാഗം, ത്രോട്ട്, ഈ ഭാഗം ധനുക്കൂറുകാരും പ്രത്യേകം ശ്രദ്ധിച്ചു കൊള്ളണം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 24, 25, 26, 27 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളാണ്. അടുത്തത് മകരക്കൂറാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ രണ്ടാമത്തെ മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം സ്വന്തം പ്രവർത്തനങ്ങളിൽ ഉണ്ടായിരിക്കുന്ന ആത്മവിശ്വാസത്തിൻ്റെ ഭാഗമായി വരുന്ന ഉറച്ച വാക്കുകൾ ഇവർക്ക് ഇവരുടെ കർമ്മരംഗത്ത് വളരെ സജീവമായി ഇവരെ നിലനിർത്താൻ സഹായിക്കുകയും മറ്റുള്ളവർക്ക് ഇവരെക്കുറിച്ചുള്ള പ്രതീക്ഷകളും അതുപോലെ തന്നെ ഇവരെക്കുറിച്ചുള്ള വിശ്വാസവും വർദ്ധിക്കുകയും ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ പ്രവർത്തനങ്ങളിൽ മികവ് പുലർത്തുന്നതോടൊപ്പം തന്നെ സാമ്പത്തിക ലാഭവും കാണുന്നുണ്ട്. അറിയാവുന്ന വിദ്യ ഏറ്റവും നന്നായി പ്രയോഗിച്ച് ഇവർ ഇപ്പോൾ കാശുണ്ടാക്കുന്നതായിട്ടാണ് കാണുന്നത്. വാക്ക് സൂക്ഷിച്ച് ഉപയോഗിക്കണം. അല്പം പരുഷമായി ഈ മകരക്കൂറിൽപ്പെട്ട പുരുഷന്മാർ പെരുമാറാനുള്ള സാധ്യതയുണ്ട്. മകരക്കൂറിൽപ്പെട്ട സ്ത്രീകളും അതുപോലെ അവരുടെ വാക്കുകൾക്ക് സൗമ്യത കുറയ്ക്കുന്നു എന്നാണ് കാണുന്നത്. രൂക്ഷമായി സംസാരിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്നാൽ കഴിവും അതുപോലെ തന്നെ ആളുകളോട് ജോലി സംബന്ധമായ കാര്യങ്ങളിൽ അവർ കാണിക്കുന്ന നിഷ്ഠയും കൃത്യമായിട്ടും ഇവർക്ക് ജോലിയിലെ ഉയർച്ചയ്ക്കും ധനപരമായ നേട്ടത്തിനും ഗുണമുണ്ടാക്കുന്നു. ജീവിത പങ്കാളിയോടൊത്ത് ഒരു മിശ്ര അവസ്ഥയാണ് കാണുന്നത്. ദേഷ്യവും അതുപോലെ തന്നെ സ്നേഹവും രണ്ടും ഒരേ പാത്രത്തിൽ വിളമ്പുന്ന ഒരവസ്ഥ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കലഹമുണ്ടാകാം, കലഹത്തിന് ശമനവും ഉണ്ടാകാം. പൊതുവെ ഈശ്വരാധീനം ആ ഭാവത്തുള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ടും ഇവരുടെ ദേഷ്യത്തെയൊക്കെ നിയന്ത്രിച്ചുകൊണ്ട് സ്നേഹവും അതുപോലെ തന്നെ സഹാനുഭൂതിയും സഹിഷ്ണുതയും ഒക്കെ ഉണ്ടാകും എന്ന് തന്നെ ചിന്തിക്കണം. വളരെ ഊർജ്ജസ്വലതയോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു സാധ്യത ഇപ്പോൾ കാണുന്നു. സാമ്പത്തികമായി നല്ല നേട്ടമുണ്ടാകുന്നു. പ്രവർത്തനങ്ങളിൽ പുതിയ ആശയങ്ങൾ വരുന്നു. ചില യാത്രകൾ നടത്തുന്നു. പുതിയ പരീക്ഷണങ്ങൾ വിജയകരമാകുന്നു. അങ്ങനെ നിരവധി ഗുണാനുഭവങ്ങൾ കാണുന്നുണ്ട്. പണം ഇപ്പോൾ കൂടുതൽ ചിലവഴിക്കേണ്ടി വരുന്ന ചില കാര്യങ്ങളുണ്ടാകും. എന്നാൽ ഭാവിയിൽ ഗുണം ചെയ്യുന്ന കാര്യങ്ങൾക്കായിരിക്കും ആ പണം ചിലവഴിക്കുന്നത് എന്നുള്ള കാര്യവും മറക്കാതിരിക്കുക. ശത്രുക്കൾ ഉണ്ടാകാം. പ്രത്യേകിച്ച് ധനപരമായ കാര്യത്തിൽ, ധനം വിനിയോഗിക്കുന്ന കാര്യത്തിലും ധനം ആർക്കെങ്കിലും കൊടുക്കുന്ന കാര്യത്തിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളോ ശത്രുതയോ ഉണ്ടാകാം. വയറിന് അസുഖമുണ്ടാകാനുള്ള സാധ്യത കാണുന്നു. അതുമായി ബന്ധപ്പെട്ട് ശസ്ത്രക്രിയയ്ക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ധനവിനിയോഗത്തിനോ കാരണമായി കാണുന്നുണ്ട് ചില അസ്വസ്ഥതകൾ. മുഖവും ശ്രദ്ധിക്കണം. മുഖത്തിന് ചൂട് കൂടുതൽ ഏൽക്കാനോ പൊള്ളലേൽക്കാനോ ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തീ, ഇലക്ട്രിസിറ്റി ഇതോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോഴും നമ്മുടെ ഏറ്റവും കൂടുതൽ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ നമ്മൾ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമായതിനാൽ അതൊക്കെ അതിൻ്റേതായ നിർദ്ദേശങ്ങൾ അതിൻ്റെ അധികാരികൾ തരുന്നതനുസരിച്ച് തന്നെ പ്രവർത്തിക്കണം. ചിലപ്പോൾ മുഖത്ത് ഷോക്കേൽക്കാനോ പൊള്ളലേൽക്കാനോ ഒക്കെയുള്ള സാധ്യത കാണുന്നുണ്ട്.
ത്വക്ക് സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകാനും ചെറിയൊരു പോസിബിലിറ്റി ഈ മകരക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട്. അഷ്ടമത്തിൽ കേതു സഞ്ചരിക്കുന്നതിനാൽ കേതുവിന് ശുഭഗ്രഹ ദൃഷ്ടികൾ ഉണ്ട് എങ്കിൽ പോലും കേതു നിൽക്കുന്ന രാശി എല്ലാം കൂടെ കണക്കിലെടുക്കുമ്പോൾ ഉൾച്ചൂട് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ തടസ്സങ്ങളോ ആരോഗ്യ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യത മറക്കരുത്. ഗണപതിയെ എപ്പോഴും ധ്യാനിക്കണം, തടസ്സങ്ങൾ മാറാനും ശാരീരികമായ അവശതകൾ ഇല്ലാതെയാവാനും. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 26, 27, 28 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് കുംഭക്കൂറാണ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ രണ്ടാമത്തെ അര, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം സ്വന്തം വ്യക്തിത്വം വർദ്ധിപ്പിക്കുന്ന തരത്തിൽ ആകാരഭംഗി അതുപോലെ തന്നെ ആരോഗ്യം ഇത് രണ്ടും ഇവർക്കിപ്പോൾ നന്നായി നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എന്നാൽ കണ്ണിനോ ഹൃദയത്തിനോ ഞരമ്പിനോ എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടാകാം. പ്രത്യേകിച്ചും ഈ നക്ഷത്രത്തിൽപ്പെട്ടവരുടെ പിതാവിനോ അല്ലെങ്കിൽ പിതൃതുല്യരായ വ്യക്തികൾക്കോ കാരണവസ്ഥാനത്തുള്ളവർക്കോ കാണുന്നുണ്ട്. ജീവിത പങ്കാളിക്കും ശാരീരികമായി ചെറിയ അവശതകൾ കാണുന്നു. ചിലപ്പോൾ വീട്ടിൽ നിന്ന് യാത്ര കൂടുതലായി ചെയ്യേണ്ടി വന്നേക്കാം, മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകേണ്ടി വന്നേക്കാം. ഈ നക്ഷത്രക്കാർ അവരുടെ സ്വന്തം വീട്ടിൽ സാന്നിധ്യം ഉണ്ടാകുന്നത് കുറയാം ഈ ആഴ്ച. വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണമെന്ന് തന്നെ പറയുന്നു. പ്രവർത്തന രംഗത്ത് ഇപ്പോഴും ചെറിയ തടസ്സങ്ങൾ ഉണ്ടെങ്കിലും അതിനെ അതിജീവിക്കുന്ന ഒരു ഭാഗ്യം ഇവരിൽ ഇപ്പോൾ ഉണ്ട്. പ്രത്യേകിച്ച് വ്യാഴം 5-ലും ശുക്രൻ ജന്മത്തിലും നിൽക്കുന്നു. ആ ശുക്രനെ വ്യാഴം വീക്ഷിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഇവർക്ക് ധനപരമായ കാര്യത്തിൽ കൂടുതൽ ഗുണമുണ്ടാകുന്ന പ്രവർത്തനങ്ങളിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കുന്നതായിട്ടാണ് കാണുന്നത്. കൃത്യമായി ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ധനം കിട്ടും എന്നൊരു ഉറപ്പുണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ അങ്ങേയറ്റത്തെ ആത്മവിശ്വാസം ഇവർക്ക് വർദ്ധിക്കുന്നു. ഈ അസ്വസ്ഥത പെട്ടെന്ന് വരികയും അത് പ്രതികരിക്കുകയും ചെയ്യുകയും അതുപോലെ തന്നെ ഒരിടത്തിരുന്ന് കൂടുതൽ നേരം പ്രവർത്തിക്കാൻ തക്കവണ്ണമുള്ള ഒരു മാനസികാവസ്ഥ ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ ആഴ്ച ഇല്ലാതെയാവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ആദ്യം മനസ്സിനെയും ശരീരത്തിനെയും നന്നായി തണുപ്പിക്കുക. ഈ ആവശ്യമില്ലാത്ത ഉൾച്ചൂട് ഇവർക്കിപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ആശങ്കകൾ, ഇല്ലാത്ത കാര്യങ്ങളുണ്ട് എന്ന് ചിന്തിക്കാനുള്ളൊരു മനസ്സിപ്പോൾ എപ്പോഴുമുണ്ട്. മറ്റുള്ളവർ പറയുന്ന നെഗറ്റീവ് കാര്യങ്ങൾ കൂടുതലായി വിശ്വസിക്കുകയും അതിൽപ്പെട്ട് ഭ്രമം, ആശങ്ക ഇതുണ്ടാവുകയും ചെയ്യും. ആവശ്യമില്ലാത്ത ഭയത്തെ തീർച്ചയായും ഒഴിവാക്കണം. അത്തരം കാര്യങ്ങൾക്ക് ചെവി കൊടുക്കാതിരിക്കുക. എന്തായാലും ഈശ്വരൻ ഇപ്പോൾ കൂടെയുണ്ട് എന്നുള്ള ചിന്ത വേണം. ഭാഗ്യം തങ്ങൾക്ക് അനുകൂലമാണ് എന്നുള്ള ചിന്തയും വേണം. സ്വന്തം ശരീരം, ഭംഗി, അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ അതൊക്കെ തന്നെ ഇപ്പോൾ നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്നുള്ള ഉറച്ച ആത്മവിശ്വാസത്തോടു കൂടിയാണ് കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ പോകേണ്ടത്. കൃത്യമായും അവർക്ക് കിട്ടാനുള്ള ധനം അവരിലേക്ക് വന്നു ചേരും. ത്വക്ക് സംബന്ധമായോ അല്ലെങ്കിൽ നയനം, കണ്ണ്, ഹൃദയം, ഞരമ്പുകൾ ഈ ഭാഗത്തോ അസ്വസ്ഥതകൾ ഉണ്ടാകാമെങ്കിലും അതൊക്കെ ശരാശരി ഗൗരവത്തിൻ്റെയും താഴെയേ നിൽക്കുകയുള്ളൂ. പൊതുവെ അവർക്ക് ഗുണം തന്നെയാണ് കാണുന്നത്. ഈ ആഴ്ചയിൽ കുംഭക്കൂറിനെ സംബന്ധിച്ചിടത്തോളം നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 22, 23, അത് കഴിഞ്ഞാൽ പിന്നെ 28 താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളാണ്. അടുത്തത് മീനക്കൂറാണ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം 12-ലെ ബുധനും 12-ലെ ശുക്രനും വലിയ ദോഷം ചെയ്യില്ല. പക്ഷേ 12-ൽ നിൽക്കുന്ന സൂര്യൻ, രാഹു, 12-ൽ നിൽക്കുന്ന രാഹു, സൂര്യൻ, ചൊവ്വ ഈ ഗ്രഹങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത. ഒന്ന്, ഇവരും ഈ മീനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരും അവരുടെ മേലധികാരികളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഉയർന്ന സീനിയർ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടോ പ്രവർത്തന രംഗത്തുള്ളവരുടെ കാര്യമാണ് പറയുന്നത്. അതല്ലെങ്കിൽ സാധാരണക്കാരനായാൽ പോലും അവർ ആ രാജ്യത്തിൻ്റെയോ സംസ്ഥാനത്തിൻ്റെയോ അല്ലെങ്കിൽ അവർ വസിക്കുന്ന സ്ഥലത്തിൻ്റെയൊക്കെ അധികാരികളുമായി അഭിപ്രായ വ്യത്യാസങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ സഹോദരന്മാർക്കത്ര നല്ലതല്ല എന്ന് കാണുന്നു. വാക്ക് കൊണ്ട്, കലഹം കൊണ്ടൊക്കെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ബന്ധുക്കളുടെ കൂട്ടത്തിൽ നിന്ന് ചിലപ്പോൾ അകന്നു നിൽക്കേണ്ടതായി വന്നേക്കാം. ഇത്തരം ചില ദുര്യോഗങ്ങൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കാരണവുമില്ലാതെ മറ്റുള്ളവരുടെ വാക്ക് കേട്ട് കലഹിക്കാനോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ ഒക്കെ സാധ്യത കാണുന്നു, പ്രത്യേകിച്ചും ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികളുമായി. അതുകൊണ്ട് തന്നെ ഓരോ കാര്യം ചെയ്യുമ്പോഴും ഈ പറയുന്ന വാക്കുകൾ അല്ലെങ്കിൽ ആളുകൾ തങ്ങളെ ഉപദേശിക്കുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ഗൗരവമുണ്ടോ, സത്യസന്ധതയുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു സമയമെങ്കിലും കൊടുക്കണം. സ്വയം ഒന്ന് വിലയിരുത്തണം. എന്നിട്ട് മാത്രമേ ഈ കാര്യങ്ങൾ ചെയ്യാവൂ. നമ്മൾ എത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞാലും ആ സമയത്തുള്ള അവരുടെ ഗ്രഹങ്ങളുടെ സ്വാധീനം ആ സ്വഭാവത്തിൽ വരും.
എന്നാൽ പ്രാർത്ഥനയോ ജീവിതത്തിൽ ഒരു കൃത്യമായ നിഷ്ഠയോ ഉള്ളവർക്ക് അത്ര പെട്ടെന്ന് ഒരു ഗ്രഹങ്ങളുടെ ദുസ്വാധീനം അവരെ നെഗറ്റീവായി സ്വാധീനിക്കണമെന്നില്ല എന്നാണ് പൊതുവെയുള്ള അഭിപ്രായവും ഇതുവരെയുള്ള അനുഭവങ്ങളും അതാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഗ്രഹങ്ങൾക്കും മുകളിലാണ് ഈശ്വരന്മാർ എന്ന് പറയുന്നത്. അപ്പോൾ അത് എപ്പോഴും ശ്രദ്ധിക്കണം. ഇവർക്ക് ഒന്നാമതേ ഈ മീനക്കൂറുകാർക്ക് ജന്മശനിയുണ്ട്. അതുപോലെ തന്നെ 12-ൽ ശുഭഗ്രഹങ്ങൾ ചെന്ന് നിൽക്കുന്നു. അതൊക്കെ ശുഭഗ്രഹങ്ങളിൽ 2 പേർ നിൽക്കുന്നു, പാപഗ്രഹങ്ങൾ നിൽക്കുന്നു. 6, 8, 12 ശുഭഗ്രഹത്തിനും പാപഗ്രഹത്തിനും ഒരുപോലെ ദോഷമാണ്. ആ കാര്യങ്ങൾ ചിന്തിച്ചു കൊള്ളുക. അപ്പം നഷ്ടം സംഭവിക്കാനുള്ള സാധ്യത ധനസംബന്ധമായ കാര്യങ്ങളിലോ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളിൽ ഉണ്ടായിരിക്കുന്ന ആ സൗമ്യതയ്ക്കോ ഒക്കെ കുറവ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങേയറ്റത്തെ കരുതലെടുക്കുക. 4-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം 10-ാം ഭാവത്തിലേക്ക് നോക്കുന്നത് വഴി ഇവർക്ക് കുറച്ച് ഗുണമുണ്ട്. അതുപോലെ ഈ 12-ൽ നിൽക്കുന്ന പാപഗ്രഹങ്ങളുടെ ദുസ്വാധീനത്തെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി കുറേയൊക്കെ കുറയ്ക്കുമെന്നും ചിന്തിക്കണം. എന്തായാലും ഇവർ എവിടെ പ്രവർത്തിക്കുന്നു അവിടെ ഈ എതിർപ്പുകളെല്ലാം ഉണ്ടെങ്കിലും തന്നെ ഇവർക്ക് സജീവമായി പിടിച്ചു നിൽക്കാൻ സാധിക്കും. വ്യാഴത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് കുടുംബത്തിൽ ഏറ്റവും നന്നായിട്ട് പെരുമാറാൻ സാധിക്കും. കുടുംബവുമായി ബന്ധപ്പെട്ടുള്ള സകല കാര്യങ്ങളും കൃത്യമായി നോക്കാൻ സാധിക്കും. കർമ്മരംഗത്തും അവർക്ക് കൃത്യമായി ഈശ്വരാനുഗ്രഹം കൊണ്ട് അവരുടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകാൻ സാധിക്കും. എതിർപ്പുകളും ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ല എന്നല്ല, അതുണ്ട്. പക്ഷേ അതിനെ അതിജീവിക്കാൻ സാധിക്കും. സാമ്പത്തികമായി നേട്ടം കാണുന്നുണ്ട്. വലിയ തരത്തിലല്ലെങ്കിലും കൃത്യമായി കാര്യങ്ങൾ നടന്നു കൊണ്ടുപോകാൻ തരത്തിലുള്ള പണം ഇവരിലേക്ക് വന്നു ചേരുമെന്ന് കാണുന്നു. അതുകൊണ്ട് പൊതുവേ ഗുണദോഷ സമ്മിശ്രമെങ്കിലും ഈശ്വരാനുഗ്രഹം കൊണ്ട് ഗുണം കൂടിയിരിക്കുന്നൊരവസ്ഥ കാണുന്നു. ഉദരരോഗത്തിന് സാധ്യതയുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഗ്യാസ്ട്രിക് ഇറിറ്റേഷനോ അല്ലെങ്കിൽ അൾസറിൻ്റെയോ പൈൽസിൻ്റെയോ ഫിസ്റ്റുലയുടെയൊക്കെ അസുഖമുള്ളവർ ശ്രദ്ധിക്കണം ഈ കാര്യത്തിൽ. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ 24, 25 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതായിട്ട് കാണുന്നു. ഓം ശനൈശ്വരായ നമ എന്ന് ജപിക്കുക. ശനിയാഴ്ച ദിവസങ്ങളിൽ പ്രത്യേകിച്ചും വ്രതശുദ്ധി എടുക്കുക. കറുത്ത വസ്ത്രമോ നീല വസ്ത്രമോ ധരിക്കുക. ശാസ്താവിൻ്റെ ക്ഷേത്രത്തിലോ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ നവഗ്രഹങ്ങളിൽ ശനീശ്വരനോ പ്രത്യേകമായി പൂജ ചെയ്യുക. നീരാഞ്ജനം കഴിപ്പിക്കുക. അതുപോലെ തന്നെ കടുംപായസം കഴിപ്പിക്കാം. കാക്കയ്ക്ക് ഇടത്തെ കൈ കൊണ്ട് എച്ചിൽ കൊടുക്കാം. തെരുവ് നായ്ക്കൾക്ക് ആഹാരം കൊടുക്കാം. ഏറ്റവും വിഷമിക്കുന്നവരെ ഏതെങ്കിലും വിധത്തിൽ ചേർത്തു പിടിച്ച് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുക. അഹങ്കാരം ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ആളാണ്. കൃത്യമായി ധർമ്മം നടത്തുന്നയാളാണ് ശനി. അതുകൊണ്ട് അനീതി, കള്ളം, ചതി ഇത്തരം കാര്യങ്ങളിലൂടെ പോകുന്നവർക്ക് ശനിയുടെ ദോഷാവസ്ഥകളിൽ കൃത്യമായ ശിക്ഷ കിട്ടുമെന്ന കാര്യം ഓർക്കുക. ഓം ശനൈശ്വരായ നമ എന്ന് ജപിക്കുക. വ്യാഴദോഷ പരിഹാരത്തിന് ഓം നമോ നാരായണായ എന്ന് ജപിക്കുക. വ്യാഴാഴ്ച ദിവസങ്ങളിൽ വ്രതശുദ്ധിയോടുകൂടി മഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട് വിഷ്ണുസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. പാൽപ്പായസ നൈവേദ്യമോ നെയ്വിളക്ക് കത്തിക്കലോ ആവുന്നത് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ഏറ്റവും ഗുണകരമായ ഒന്നാണ് നാഗദോഷ പരിഹാരം എന്ന് പറയുന്നത്. തടസ്സങ്ങൾക്കും സന്താനങ്ങളെ ചൊല്ലിയുള്ള വിഷമങ്ങൾക്കും അനാരോഗ്യ പ്രവണതയ്ക്കും മനസ്സിൻ്റെ അകാരണമായ ഭയത്തിനുമൊക്കെ അറുതി വരുത്താൻ നാഗദൈവങ്ങളെ പൂജിക്കുക. നാഗദൈവങ്ങൾക്ക് 100 പാലും കൊടുക്കുക. സ്വന്തം നാളിൻ്റെ അന്നോ പക്കനാളിൻ്റെ അന്നോ അല്ലെങ്കിൽ ആയില്യ മഹോത്സവങ്ങൾക്കോ അത് ചെയ്യുക. കേതു ആശങ്കകളും മലിനസ്ഥലത്ത് ജീവിക്കേണ്ടി വരുന്ന അവസ്ഥയും മനസ്സിൻ്റെ ദുർബലമായ അവസ്ഥകളും മറ്റുള്ളവരുടെ പേരുദോഷം കേൾക്കലും തടസ്സങ്ങളുമൊക്കെ കേതു സമ്മാനിക്കുന്ന കാര്യങ്ങളാണ്. ആ കേതുദോഷ പരിഹാരത്തിനായി മഹാഗണപതിയെ പ്രാർത്ഥിക്കുക. ഓം ഗം ഗണപതയെ നമ എന്നോ ഓം ശ്രീ മഹാഗണപതയോ നമ എന്നോ ജപിക്കുക. ഓം ശ്രീ മഹാഗണപതയെ നമ എന്നോ ജപിക്കുക. ഗണപതിക്ക് കറുകമാല അർപ്പിക്കാം, നാളികേരം ഉടയ്ക്കാം. അതുപോലെ തന്നെ ഉണ്ണിയപ്പ നിവേദ്യം നടത്താം. കേതുദോഷ പരിഹാരത്തിന് ഇതെല്ലാം ഉത്തമമാണ്. എല്ലാവർക്കും ഐശ്വര്യസമൃദ്ധമായ ഒരാഴ്ചയാവട്ടെ ഈ ആഴ്ച എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.